Good afternoon, teacher. Good Good morning. Good morning. Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നേ? ആണല്ലേ? ഓക്കെ. പ്രാക്ടിക്കലിന് വന്നവരൊക്കെ വന്നിട്ടുണ്ടോ? ഒന്ന് കേറിയിട്ടുണ്ടോ? ശ്രുതി, ഞാനുണ്ട്. ശ്രുതി. പിന്നെ ഒരാളുണ്ടായിരുന്നല്ലോ, ജീന. അവള് വരും. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? അടിപൊളിയാണ് മിസ്സേ. അടിപൊളിയായിരുന്നു. ഓക്കെ. ഞങ്ങളെ ഇത് കഴിഞ്ഞു, വൈവ കഴിഞ്ഞു മിസ്സേ. വൈവ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട് വൈവ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലേനു. ഇന്നലെ ജിഷാമിസിന്റെതായിരുന്നു. ഞാനും ജീനയും ഇന്നലെ രാത്രി ആയിരുന്നു. അതെല്ലേ? ടീച്ചർ എന്റെ മറ്റേ മിൽഡ് ഹോസ്റ്റ് ടീച്ചറിന്റെ ആയിരുന്നു. ഇന്നിപ്പോഴായിരുന്നു ഒരു 10:30 ആയപ്പോ. അതെല്ലേ? കുഴപ്പമില്ല. ആ ടീച്ചർ എല്ലാം റെക്കോർഡ് കംപ്ലീറ്റ് കാണിക്കാൻ പറയുന്നുണ്ട്. പേജ് മറിച്ച് മൊത്തവും കാണിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ് പിന്നെ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ ഏതൊക്കെയാണെന്ന് തൊട്ട് കാണിക്കാനും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചർ ഒരു ഇതാ പറയുന്നത്, അത് നമ്മൾ പറയണം. അത് എനിക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അറിയാന്നുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കുഴപ്പമില്ല. എന്നാലും നമ്മൾ വിചാരിച്ചത്ര ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഓക്കെ. മിസ്സേ, എനിക്ക് ആതിര മിസ്സായിരുന്നു വൈവയ്ക്ക്. മിസ്സിന്റെ ക്ലാസ്സിലാണ് ഞാൻ സെമിനാർ എടുത്തത്. മിസ് അതൊന്ന് പറയണേ. ഞാൻ എന്റെ ക്ലാസ്സിലായിരുന്നു അല്ലെ വിദ്യ എടുത്തത്. ഞാൻ മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇന്നലെ ജിഷ മിസ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മിസ്സിന്റെ. ഞാനും മിസ്സിന്റെ ക്ലാസ്സിലാണ് സെമിനാർ എടുത്തത്. ടീച്ചർ ഞാനും മിസ്സിന്റെ ക്ലാസ്സിലാണ്. എല്ലാവരും ശ്രുതി, അമൃത, ആൻസി, വിദ്യ, അവര് 4 പേരല്ലേ? അതെ മിസ്. മാർക്ക് കൊടുത്തേ. ഇനി സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം മാത്രമല്ലേ കംപ്ലീറ്റ് ചെയ്യാവാനുള്ളൂ? അപ്പൊ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണല്ലേ? വിഷമമുണ്ടോ? അതേ ഉള്ളൂ ടീച്ചർ. ചെറുതായിട്ടുള്ളല്ലേ? വലുതായിട്ടൊന്നുമില്ല. ടെൻഷനുണ്ട്. എക്സാമിന്റെ ടെൻഷൻ അല്ലേ? അതെ. നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടി വരും. ഒന്ന് ഒരു റിവിഷൻ ക്ലാസ് തരാം ഞാൻ. പിന്നെ ഒന്ന് സ്കീമിന്റെ ക്ലാസ് തരാം കേട്ടോ. സ്കീമിന്റെ ക്ലാസ് തന്നിട്ടില്ലല്ലോ? ഇല്ല ടീച്ചർ. 2 ക്ലാസ്സിൽ ഞാൻ വരും. ടേം എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്നാ, ഏതൊക്കെ ദിവസമാണ് ഞാൻ വെക്കേണ്ടത് ഈ 2 ക്ലാസ്സുകള്? ടീച്ചർ ഇതിനിടയ്ക്ക് അപർണ മിസ്സും ജിഷ മിസ് നൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപർണ മിസ്സിന്റെ ഒരു റിവിഷൻ ക്ലാസ്സും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അല്ലേ? എന്താണ് മെയിൻ എക്സാം? എന്നാ? 7th 7-ാം തീയതി. മെയിൻ എക്സാം നാളെ, ടേം എക്സാം നാളെ. ഓക്കെ. അപ്പൊ 7th മുമ്പ് റിവിഷൻ ക്ലാസ് തന്നെ അല്ലേ? നമ്മള് എക്സാം കഴിഞ്ഞിട്ട് സ്കീമിന്റെ ക്ലാസ് മതിയോ? മതി ടീച്ചർ. മതി. അല്ലാതെ ഇനിയിപ്പോ സമയമില്ലല്ലോ മിസ്സേ, നാളെ അല്ലേ എക്സാം. അപ്പോ റിവിഷൻ ക്ലാസ് 7-ാം തീയതിക്ക് മുമ്പ് തരാം ഒരു ദിവസം കേട്ടോ. ഞാനൊന്ന് ഡേറ്റ് നോക്കട്ടെ. ഉച്ചയ്ക്കാണോ രാവിലെയാണോ നിങ്ങൾക്ക്? ടീച്ചർ സാധാ ടൈമിന് വെക്കുന്നതാണ് ടീച്ചർ നല്ലത്. ഈ 10:30 to 11:30. രാവിലെയാ മിസ്സേ നല്ലത്. രാവിലെയാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ അവിടെ പറയാം. ഓക്കെ. ടെക്നിക്കലിൽ ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തേക്കാം. ഞാനിപ്പോ കലണ്ടർ ഒന്നും നോക്കിയിട്ടില്ല.
ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങട്ടെ. ഓക്കെ, നമ്മൾ എവിടം വരെ പറഞ്ഞു? യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് ആണോ പറഞ്ഞു നിർത്തിയത് നമ്മള്? ടീച്ചറെ ഇനി സീറ്റ് അറേഞ്ച്മെന്റ് തൊട്ട് പറയാനുള്ളത്. സീറ്റ് അറേഞ്ച്മെന്റ് അല്ലേ? ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് പറഞ്ഞായിരുന്നോ? അത് പറയാനുണ്ട് മിസ്സേ. ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ആ ഓക്കെ, അത് നമുക്ക് പറഞ്ഞായിരുന്നു. ആ ഒന്ന് വായിക്കാമോ ഒരാളൊന്ന്? ഞാൻ വായിക്കാം മിസ്സേ. ആ ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് അതല്ലേ മിസ്സേ? അതെ അതെ. If it is the normal light, it should not be from the black side of the board or particularly from the opposite of the board. Side lighting is preferable that too not from both sides. Glare may come. If it is electrical lighting, tube light are preferable since spreaded lighting will be there. Focus or spotlight will give glare. The board should not be kept on the floor. Even if it is LKG, backbench students cannot see the lower part of the board if it is kept on the floor. ഓക്കെ, അപ്പൊ ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് ആണ് കേട്ടോ. ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ലൈറ്റ്, അതായത് ലൈറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ബോർഡിന്റെ പിന്നിൽ നിന്നോ അല്ലെങ്കിൽ മുന്നിൽ നിന്നോ വരരുത്. ബ്ലാക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്യില്ലേ, അപ്പോ ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ സൺലൈറ്റ് ആണെങ്കിലും നമ്മൾ ട്യൂബ് ലൈറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്ലാക്ക് ബോർഡിന്റെ പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ വരാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഈ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യം കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ അറേഞ്ച്മെന്റിൽ വരുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. പിന്നെ ബ്ലാക്ക് ബോർഡ് വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചം വരുന്നത്, ലൈറ്റ് വരുന്നത് വശങ്ങളിൽ നിന്നാവണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ ഇതിന്റെ പുറകിൽ നിന്ന് നമ്മൾ ലൈറ്റ് സംവിധാനം ഉണ്ടാവാൻ പാടില്ല, ഇതിന്റെ ഫ്രണ്ടിൽ നിന്നും ലൈറ്റിംഗ് സംവിധാനം ഉണ്ടാവാൻ പാടില്ല. പകരം ഇവിടെയാണ് ബ്ലാക്ക് ബോർഡ് വെച്ചിരിക്കുന്നതെങ്കിൽ എന്റെ ലെഫ്റ്റും റൈറ്റും വേണം എന്ത് ചെയ്യാൻ, ബ്ലാക്ക് ബോർഡ് വെക്കാൻ. അപ്പോ ഇരുവശങ്ങളിലുമായിട്ട് എന്ത് ചെയ്യണം, ബ്ലാക്ക് ബോർഡ് വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇരുവശങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് കേട്ടോ, ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്, രണ്ടു വശവും നമ്മൾ ട്യൂബ് ഇടാൻ പാടില്ല. ക്ലിയർ ആണോ? ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ട്യൂബിന്റെ സംവിധാനം വെക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വെക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? രണ്ട് വശങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ലൈറ്റിംഗ് സംവിധാനം ഉപയോഗിക്കാം. പക്ഷെ രണ്ട് വശത്തും ഒരേ സമയം വെക്കരുത്. ഒരേ സമയം വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഗ്ലെയർ അഥവാ തിളക്കം ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ലൈറ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മള് ട്യൂബ് ലൈറ്റുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമ്മൾക്കറിയാം സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഈ ക്ലാസ് റൂമിൽ ട്യൂബാണ് ഇരിക്കുന്നത്, ട്യൂബിംഗ് സംവിധാനമാണ് ഇരിക്കുന്നത്. നമ്മള് അല്ലാതെയുള്ള സ്കൂളുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ബൾബ് ഉണ്ടാവില്ല അല്ലെ? മുമ്പൊക്കെയായിരുന്നു ബൾബ് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ അതൊക്കെ പാടെ മാറ്റി എല്ലായിടത്തും ട്യൂബ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനാണ് കുറച്ചും കൂടി അത് സേഫ് ആണ്, കംഫർട്ടബിൾ ആണ്. അപ്പോ ട്യൂബ് ലൈറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്, ഫോക്കസ് ലൈറ്റ് എന്നിവ കൂടുതലായിട്ട് തിളക്കം ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ബ്ലാക്ക് ബോർഡ് ഒരിക്കലും നിലത്ത് വെക്കാനായിട്ട് പാടില്ല. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലാക്ക് ബോർഡ് നിലത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? ബ്ലാക്ക് ബോർഡിന് ഒരു സ്ഥാനമുണ്ട് അല്ലെ? ഭിത്തിയിലായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലായിരിക്കണം ബ്ലാക്ക് ബോർഡ് ഉണ്ടാവുക. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഹൈറ്റ്, അതിന് പുറത്തായിരിക്കണം ബ്ലാക്ക് ബോർഡ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ബ്ലാക്ക് ബോർഡ് നിലത്ത് വെക്കരുത് എന്നാ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും നിലത്ത് വെക്കരുത് എന്ന് പറയുന്നത്?
ബാക്കിൽ ഇരിക്കുന്നവർക്ക് കാണാത്തോണ്ട്. അതായത് ബാക്കിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബ്ലാക്ക് ബോർഡ് എന്ത് ചെയ്താല് നമ്മള് നിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടതാണ്, അതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നാലും ഞാൻ പറയുവാണ്. അതായത് കുട്ടികളുടെ സ്ട്രെങ്ത് കൂടുതലാവാൻ പാടില്ല. സ്ട്രെങ്ത് കൂടുന്തോറും നമുക്കറിയാം ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും എണ്ണം ഇങ്ങനെ കൂടി ക്ലാസ്സിന്റെ അറ്റത്ത് വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ടീച്ചർ ഫ്രണ്ടിൽ എഴുതുന്ന, അതായത് ടീച്ചർ ബോർഡിൽ എഴുതുന്ന കാര്യം ഏറ്റവും ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ ക്ലാസ് സ്ട്രെങ്ത് അധികം കൂടാനായിട്ട് പാടില്ല. അത് കുട്ടികളുടെ എന്താ പറയാ, അവര് പഠിക്കുന്നതിനും അതുപോലെ അവര് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതിനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മള് ബ്ലാക്ക് ബോർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? ബ്ലാക്ക് ബോർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്ന് വായിച്ച ആരെങ്കിലും? സീറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ വായിക്കാം മിസ്സേ. By Montessori method, the students should sit freely on the floor. They can even lay down or turn back or rest their body into the convenient posture of them. Carpets are used in the nursery method, but it should have to folded or spreaded by the children itself. Then platform benches are used for sitting and quarter benches used for writing purposes. In the next class, quarter bench will be used for sitting and half bench will be used for writing. Next to it, half the bench will be used for sitting and the will be used for writing. Next to half bench will be used for sitting and the full bench for writing. In the higher classes, full benches and desk or long tables are used. Putting individual chairs and a collective long bench to write will provide them identity and at the same time improve the cooperation among them. If normal table, either square or round, is used for the entire class, the teacher can arrange them to sit in U shape or G shape. For each student, 3 into 2 equal to 6 square feet is required. Apart from his calculation, 100 square feet is a common requirement in every class. Teachers' movement space 14 square feet, students' movement space 14 square feet, and rack space 20 square feet. ഓക്കെ, ഇവിടെ പറയുന്നത് മോണ്ടിസോറി രീതിയിൽ കുട്ടികൾ എപ്പോഴും നിലത്ത് സ്വതന്ത്രമായിട്ടിരിക്കാനാണ് മാഡം മരിയ മോണ്ടിസോറി പറഞ്ഞിട്ടുള്ളത്. ആണോ? നിലത്തിരിക്കാനാണോ? അല്ല. അല്ലേ? പിന്നെ ആണ്. അതെ, നിലത്തിരിക്കാനാണ്. കാരണം സ്വതന്ത്രമായിട്ട് കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവര് പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് നിലത്തിരുന്ന്, അതായത് ഫ്ലോറിൽ ഇരുന്ന് പഠിക്കാനായിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ നിലത്തിരുന്ന് കഴിഞ്ഞാല് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇരിക്കാനും പിന്നെ കിടക്കാനും പറ്റും. അല്ലെ? കിടക്കാൻ പറ്റില്ല നിലത്താണെങ്കിൽ. നമ്മളെ നഴ്സറിയിലൊക്കെ അങ്ങനെയല്ലേ? നഴ്സറി കുട്ടികള് നിലത്തിരുത്തിയല്ലേ? കുഞ്ഞു ബെഞ്ചസ് ഉണ്ടാവുമല്ലോ, എന്നാലും എന്താണ് അവര് നിലത്തിരുന്നാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ പഠിക്കുന്നത്. അതെ, അപ്പൊ അവർക്ക് ഇരിക്കാനും കിടക്കാനും പറ്റും. അപ്പോ പിന്നെ തിരിഞ്ഞിരിക്കാനൊക്കെ പറ്റും അല്ലെ? അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് കൊടുത്താലും നിലത്തിരിക്കാനായിട്ട് നമ്മള് അനുവദിച്ചു കഴിഞ്ഞാല്. അപ്പൊ കൂടുതലും മരിയ മോണ്ടിസോറി പ്രിഫർ ചെയ്യുന്നത് നിലത്തിരുന്ന് പഠിക്കാനാണ്. അപ്പോ നഴ്സറി ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കാർപ്പറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് വിരിക്കുകയും മടക്കി വെക്കുകയും കുട്ടികൾ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ? നഴ്സറിയിൽ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കാറുണ്ട് അല്ലെ? കുട്ടികളോട് പറയാറില്ലേ? അതായത് നിരത്തി വെച്ചിരിക്കുന്ന സാധനം ഫോൾഡ് ചെയ്യാൻ പറയാറുണ്ട്, മടക്കി വെക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ കുട്ടികള് സ്വയം അത് ചെയ്യുകയും അവർക്ക് അതൊരു ട്രെയിനിങ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ പ്ലാറ്റ്ഫോം ബെഞ്ചസ് ഇരിക്കാനും ക്വാർട്ടർ ബെഞ്ച് എഴുതാനും ആണ് ഉപയോഗിക്കുന്നത്.
അപ്പൊ വളരെ ചെറിയ ക്ലാസ്സുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ചെറിയ ക്ലാസ്സുകളിൽ പ്ലാറ്റ്ഫോം ബെഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇരിക്കാൻ ഉപയോഗിക്കുന്നു. ക്വാർട്ടർ ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നു. പിന്നീട് കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ ഹാഫ് ബെഞ്ച് എന്ത് ചെയ്യുന്നു? ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഫുൾ ബെഞ്ച് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഉയർന്ന ക്ലാസ്സുകളിൽ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഡെസ്ക് അല്ലെങ്കിൽ ലോങ് ടേബിൾ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞുങ്ങള് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഓരോ കുട്ടിക്കും പ്രത്യേക തരത്തിലുള്ള കസേരകൾ നൽകുന്നത് അവരുടെ വ്യക്തിത്വവും ഐഡന്റിറ്റി പിന്നെ അവരുടെ കോപ്പറേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളർത്താനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ക്ലാസ്സിലെ മേശകള് അതുപോലെ തന്നെ കസേരകള് യു ഷേപ്പിലോ അതുപോലെ ജി ഷേപ്പിലോ ക്രമീകരിക്കാം. ചില ക്ലാസ് റൂമിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അത് മേശകളായാലും കസേരകളായാലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ യു ഷേപ്പിലായിരിക്കാം അല്ലെങ്കിൽ ജി ഷേപ്പിലായിരിക്കാം. ഓക്കെ. ഇനി നമുക്ക് സ്പേസ് റിക്വയർമെന്റ് എന്ന് നോക്കാം കേട്ടോ. ഓരോ സ്റ്റുഡന്റിനും 3x2 6 സ്ക്വയർ ഫീറ്റ് ആണ് ആവശ്യം. ഓക്കെ. അപ്പൊ ഒരു സ്റ്റുഡന്റിന് ഇരിക്കാനായിട്ടുള്ള സ്ക്വയർ ഫീറ്റിന്റെ കണക്കാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും 3x2 6 സ്ക്വയർ ഫീറ്റ് എന്ത് വേണം? സ്ഥലം ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പുറമെ തന്നെ 100 സ്ക്വയർ ഫീറ്റ് സ്പേസ് എന്ത് ചെയ്യാം? അധികം ആവശ്യമായിട്ട് വരും. അതായത് 6 സ്ക്വയർ ഫീറ്റ് ആവശ്യമാണെങ്കിലും 100 സ്ക്വയർ ഫീറ്റ് എന്ത് ചെയ്യണം? അധികമായിട്ട് ഒഴിച്ചിടണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ. ടീച്ചേഴ്സ് മൂവ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ടീച്ചേഴ്സ് മൂവ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസ്സുകളിൽ സ്ഥലം ഒഴിച്ചിടുന്നത്? മിഡിലായിട്ടും വശങ്ങളിലായിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ടീച്ചേഴ്സിന് മൂവ്മെന്റ് അല്ലേ? ആണോ? ടീച്ചേഴ്സിന് മൂവ് ചെയ്യാനാണോ? അതെ. അതെ. അപ്പൊ ടീച്ചേഴ്സ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് 40 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. 40 സ്ക്വയർ ഫീറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഒഴിച്ചിടേണ്ടത്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ മൂവ്മെന്റിനും 40 സ്ക്വയർ ഫീറ്റ് എന്ത് ചെയ്യണം? ഒഴിച്ചിടണം. പിന്നെ റാക്ക് വെക്കാനായിട്ട് 20 സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമ്മള് കാണുമ്പോൾ ക്ലാസ് റൂം ഇങ്ങനെയാണ്, പക്ഷെ കൃത്യമായിട്ട് കണക്കുകളുണ്ട്. ക്ലാസ് റൂമിൽ ബെഞ്ചുകളും ഡെസ്കുകളും ഇടാനായിട്ട് കൃത്യമായിട്ട് സ്ക്വയർ ഫീറ്റ് കണക്കുണ്ട്. നമ്മളിപ്പോ ഒരു വീട് വെക്കുമ്പോ സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് നോക്കാറില്ലേ? അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ എന്തുണ്ട്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കണക്കുകളുണ്ട്. അപ്പൊ ആ കണക്കുകളാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്ന് നോക്കാം. നിങ്ങൾ ആദ്യം അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒരു ലൈൻ മാത്രമേ ആ പേജിൽ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് പേജ് റീഡ് ചെയ്യുക. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്.
സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്ന് ആരെങ്കിലും വായിക്കാമോ? റാങ്കിങ് മെത്തേഡ് വരെ. Okay, Miss Vaikya. Sitting arrangement. It is one of the dubious matters to the teachers since every parent wants their children to sit in the front. Some of the students are having eye defect, hearing defects, which are not easily identifiable. We can make sitting arrangements by the following methods. Height order. Sitting arrangement should have to be changed once in every week. Starting from the four corners, it can be arranged in two ways, rows or columns. So 4 to 8 ways. Then alphabetical order, arranging the students in alphabetical order. We can make from to sit from the four corners in two ways, rows or columns. Attendance order. If the attendance is not in the alphabetical order, attendance order can also be used for sitting arrangements. Ranking methods. It is not successful. In some schools, grade giving methods are apt, i.e. another from of rank giving methods, so that it also having no use. ഓക്കെ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നോക്കാം. നമ്മൾ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ, അതായത് കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടായിരിക്കാം, ചില കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടായിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാറില്ലേ? കാഴ്ചക്കുറവും കേൾവിക്കുറവുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പോ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചു വേണം അധ്യാപകർ എന്ത് ചെയ്യാൻ, ഇരിപ്പിടം ക്രമീകരിക്കാൻ, അതായത് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ. അവർക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക മറ്റുള്ള കുട്ടികളെക്കാളും. കാരണം അവർക്ക് കുറച്ച് കുറവുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഏറ്റവും ബാക്കിലൊക്കെ കൊണ്ടുപോയിരുത്തി കഴിഞ്ഞാല് ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്കൊന്നും മനസ്സിലായെന്ന് വരില്ല ചിലപ്പോ. അപ്പോ അതിനനുസരിച്ച് ആ കുട്ടികൾക്ക് പരിഗണന കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓർഡർ ആണ്. അതായത് ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒന്നാണ്, നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒന്നാണ്. കുട്ടികളെ ഉയരം അനുസരിച്ചിട്ടാണ് ഇരുത്തേണ്ടതെന്നുള്ള കാര്യം. ആണോ? ഉയരം അനുസരിച്ചിട്ടാണോ ഹൈറ്റ് നോക്കാറുണ്ടല്ലേ? കാരണം ചെറിയ കുട്ടികൾ മുന്നിലും ഉയരമുള്ള കുട്ടികൾ പിന്നിലും ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ സമയത്ത് ചിലപ്പോൾ അങ്ങനെയായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് അതിനൊരു മാറ്റം വന്നു, റൊട്ടേഷൻ എന്ന് പറയുന്ന രീതി വന്നു, അല്ലെ? കാരണം എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികള് ഹൈറ്റ് കുറവുള്ളവരായിരിക്കും, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികള് ഹൈറ്റ് കൂടുതലുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് ബ്ലാക്ക് ബോർഡ് കാണാനും പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റൊട്ടേഷൻ എന്ന് പറയുന്ന രീതി വന്നു. അതായത് ആഴ്ചയിൽ ബെഞ്ച് മാറുക, അല്ലെങ്കിൽ ഡെയിലി ബെഞ്ച് മാറുക. അപ്പൊ ലാസ്റ്റ് ബെഞ്ചിൽ വരുന്ന കുട്ടികള് അടുത്ത ദിവസം ഫ്രണ്ട് ബെഞ്ചിലായിരിക്കും വരിക. അപ്പോ എല്ലാ കുട്ടികൾക്കും പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലാണ് റൊട്ടേഷൻ എന്ന് പറയുന്ന രീതി പിന്നീട് വന്നത്. അപ്പൊ ഹൈറ്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉയരം കുറഞ്ഞിട്ടുള്ള കുട്ടികൾ ഫ്രണ്ടിലും ഉയരം കൂടുതലുള്ള കുട്ടികൾ ബാക്കിലും ഇരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ നമുക്ക് റോസ് ആയിട്ടോ കോളംസ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഓർഡർ നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ ഹൈറ്റ് ഓർഡർ? യെസ്. ഇനി അടുത്തതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ് കേട്ടോ. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ പേരിന്റെ ആൽഫബറ്റ്സിന്റെ ക്രമത്തിൽ, അതായത് അക്ഷരമാല ക്രമത്തിൽ കുട്ടികളെ ഇരുത്താം. അതായത് എ എന്ന് പറയുന്ന കുട്ടിയുടെ, അതായത് എ വെച്ച് തുടങ്ങുന്ന പേരാണെങ്കിൽ കുട്ടിയെ ആദ്യം ഇരുത്താം, ബി വെച്ച് തുടങ്ങുന്ന പേരാണെങ്കിൽ രണ്ടാമത്തെ ഇരുത്താം. അങ്ങനെ ആൽഫബറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, കുട്ടികളെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇത് കുറച്ചും കൂടി അറ്റൻഡൻസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എന്താണ്, എളുപ്പമാണ്, ഈസിയാണ് കൈകാര്യം ചെയ്യാനായിട്ടോ. ഓക്കെ, ഇനി അടുത്തത് അറ്റൻഡൻസ് ഓർഡർ ആണ്. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ആൽഫബറ്റ്സിന്റെ ഓർഡറിൽ ഇരുത്താം, അല്ലെങ്കിൽ നമ്പർ ഉണ്ട്, റോൾ നമ്പറുകൾ ഉണ്ട്, അല്ലെ? റോൾ നമ്പേഴ്സ് ഇല്ലേ? 1 2 3 4 5 6 നമുക്ക് കിട്ടിയിട്ടില്ലേ? റോൾ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, കുട്ടികളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഇതും നമുക്ക് അറ്റൻഡൻസ് എടുക്കാനായിട്ട് എളുപ്പമുള്ള രീതിയാണ്. നാലാമത്തേതെന്ന് പറഞ്ഞാൽ റാങ്കിങ് മെത്തേഡ് ആണ്. ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. ഇത് വിജയകരമായിട്ടുള്ള ഒരു മാർഗമല്ല. അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഇരുത്തുന്നത് നല്ല രീതിയല്ല. അതായത് കുറച്ചുപേര് ഫ്രണ്ടിൽ ഇരിക്കുന്നു, മാർക്ക്
കൂടുതലുള്ളവർ ഫ്രണ്ടിലിരിക്കുന്നു, മാർക്ക് കുറവുള്ളവർ ബാക്കിലിരിക്കുന്നു. അപ്പൊ ഇതൊരു നല്ല രീതിയല്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള രീതി നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടികളിൽ ആത്മവിശ്വാസം കുറയാനും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഫീൽ ചെയ്യാനും സഹായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റാങ്കിങ് മെത്തേഡ് നല്ല രീതിയല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് യൂണിഫോംസ് ആണ് കേട്ടോ. യൂണിഫോംസ് നിങ്ങളൊന്ന് റീഡ് ചെയ്തായിരുന്നോ? യൂണിഫോംസ് മൈൻഡിൽ റീഡ് ചെയ്തോ? അതൊന്ന് വായിച്ചോളൂ കേട്ടോ. മൈൻഡിൽ ആദ്യം റീഡ് ചെയ്യുക, യൂണിഫോംസും റീഡ് ചെയ്യുക. പിന്നെ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്, അതും റീഡ് ചെയ്യുക കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പില്ല കേട്ടോ.
വായിച്ചു കഴിഞ്ഞായിരുന്നോ? യെസ്. അപ്പൊ നമുക്ക് യൂണിഫോംസ് ഒന്ന് നോക്കാം. അല്ലെ, ഒരാളൊന്ന് ഉറക്കെ വായിച്ചേ. ആരാണ് വായിക്കുക? ലാസ്റ്റ് വൺ ആണ്. ഞാൻ വായിക്കാം. Uniforms. To bring the uniforms are used. Pinafores and slacks are the uniforms for girls. Half pants and slacks are given for boys. Kerchief and ribbon are also given with the uniforms. Tie and shoes are not necessary in warm countries like India. Sometimes it is bad for the students. When we are helping on the uniforms, we should think about the health condition of the children. The uniform of the children, the teacher is only liable to answer if any one of the children is not wearing the uniform in her class. Second, about contain kerchief and ribbons also in the uniform. Third, about taking care of the belongings of the children like tiffin box, chappals, bag, water can, pencil box, slate, etc. Fourth, about the badges, tie, belt, and the new method of pinning the identity card. Fifth, about the drawback of shoes. Sixth, about the latecomers. There are two types of latecomers. First, regular latecomers. Second, occasional latecomers. Seventh, about tearing up of books and notebooks. Eighth, about missing and losing paper, pencils and slate pencils. Many of the parents are angry when the children often ask their parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. Ninth, about getting the leave letter from the children. Japanese type of special class, hero heroine making class. To bring out the individual talent, a period in a day is shared to the students of the class. Likewise, the chance is given to every student. He or she is declared as a hero or heroine of the day. ഓക്കെ, നമുക്ക് യൂണിഫോംസ് ഒന്ന് നോക്കാം അല്ലെ. യൂണിഫോംസ് നമ്മള് കൂടുതലായിട്ടും കുട്ടികളില് അതായത് പിനോഫോംസും സ്ലാക്സും ആണ് യൂണിഫോം, അതായത് ഗേൾസിന്റെ യൂണിഫോം വരുന്നത്. പിനോഫോം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? പിനോഫോം നമ്മള് ചെറിയ ക്ലാസ്സിൽ ഷർട്ടിന്റെ മീതെ ഇടുന്നത് അല്ലെ. അപ്പോ അതിനെയാണ് പിനോഫോംസ് എന്ന് പറയുന്നത്. പിന്നെ സ്ലാക്സ്, ഇതാണ് കുട്ടികളിൽ വരുന്ന ഗേൾസിന്റെ യൂണിഫോം എന്ന് പറയുന്നത്. പിന്നെ ഹാഫ് പാൻസും സ്ലാക്സും ആണ് ബോയ്സിന്റെ യൂണിഫോം എന്ന് പറയുന്നത്. പിന്നെ കർച്ചീഫ്, ഗിവൺ, റിബൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും യൂണിഫോമിന്റെ കൂടി ഉണ്ടാവും. ടൈയും ഷൂസും ചില കൺട്രീസിൽ, വാം കൺട്രീസ്, ഇന്ത്യ പോലുള്ള ചൂടുള്ള രാജ്യങ്ങളിൽ നിർബന്ധമില്ല. അതായത് എല്ലാ സ്കൂളുകളിലും ഷൂസ് ധരിക്കാറില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവും. എല്ലാ സ്കൂളിലും ഷൂസ് ധരിക്കാറുണ്ടോ? ചില സ്കൂളുകളിൽ എന്ത് ചെയ്യാറില്ല, ഷൂസ് ധരിക്കാറില്ല. അതായത് നമുക്കറിയാം ഷൂസ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ കാലൊക്കെ നല്ല രീതിയിൽ കൂടി കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ തിരിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഷൂസ് കഴിക്കുന്ന നേരത്തൊക്കെ കാലിന് ഭയങ്കര ടൈറ്റ്നസും കാര്യങ്ങളൊക്കെ, ചില ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും സോക്സ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോ കൂടുതലായിട്ട് നിർബന്ധം കമ്പൽസറി അല്ല ചില സ്കൂളുകളിലെങ്കിലും ഷൂസ് ധരിക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ അത് സ്റ്റുഡൻസിന് ബാഡ് ആയിട്ടാണ് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ യൂണിഫോംസ് ധരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും കൂടി നോക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കണം ഭയങ്കര ഫിറ്റ് ആയത് അല്ലെങ്കിൽ ഭയങ്കര ഇറുകിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രത്യേകിച്ചും സ്കൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികളുടെ ഡ്രസ്സ് ആണെങ്കിലും പെൺകുട്ടികളുടെ ഡ്രസ്സ് ആണെങ്കിലും ഫിറ്റ് ആയിട്ട് തയ്പ്പിക്കരുത്, നല്ല രീതിയിൽ ഇറക്കം ഉണ്ടാവണം അല്ലെ, അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് വരാറില്ലേ. അപ്പോ നമ്മള് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, യൂണിഫോം ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ യൂണിഫോം എന്ന് പറഞ്ഞാല് കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു സമത്വബോധം, നാം എല്ലാം ഒന്നാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വിഭാഗങ്ങളുണ്ട്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം യൂണിഫോം ആണ്.
പിന്നെ അതുപോലെ തന്നെ യൂണിഫോം തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ആരോഗ്യം, അവരുടെ സൗകര്യം, ഇതൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില അധ്യാപകര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. The uniforms of the children, the teacher is only liable to answer if any one of the children is not wearing the uniform in her class. അതായത് എല്ലാ കുട്ടികളും യൂണിഫോം ധരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്തത്, about contain kerchief and ribbons also in the uniform. കർച്ചീഫും റിബണും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതായത് കർച്ചീഫും റിബണും ഉള്ള സ്കൂളുകളാണെങ്കിൽ യൂണിഫോമിന്റെ കൂടെ അതവര് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. Then മൂന്നാമത്തത്, about taking care of the belongings of the children like tiffin box, chappals, bag, water can, pencil box, slate, etc. അതായത് കുട്ടികളുടെ സാധനങ്ങൾ ഉണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്, ബാഗ് ഉണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട്, അതുപോലെ പെൻസിൽ ബോക്സ്, സ്ലേറ്റ് തുടങ്ങിയ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. നമുക്കറിയാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കൂള് തുറന്നപ്പോ വാങ്ങിച്ചു കൊടുത്ത പെൻസിലുകളും പേനകളും ഒക്കെ ഇപ്പൊ കാണുന്നുണ്ടാവില്ല, എല്ലാം കളഞ്ഞിട്ടുണ്ടാവും അല്ലെ. റബ്ബർ, കട്ര അല്ലെ, ഷാർപ്നറൊക്കെ ഇല്ലേ, ഇറേസർ, ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ടാവോ കുഞ്ഞുങ്ങള്? ഇല്ല. നമ്മൾ ശരിക്കും അതൊരു പെട്ടിയൊക്കെ മേടിച്ച് കൊടുക്കുന്നത് വേസ്റ്റ് ആണ് കേട്ടോ. ആവശ്യത്തിന് മാത്രം 2 പെൻസിലൊക്കെ മാത്രം മേടിക്കുക ആദ്യം മേടിക്കുമ്പോ. വളരെ നമ്മൾ ഭയങ്കര ആവേശത്തില് ഇത് സ്റ്റോക്ക് ഔട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, മുൻകൂർ മേടിച്ചു വെക്കും. പക്ഷെ ഇത് പെട്ടെന്നായിരിക്കും തീർന്നു പോകുന്നത്. ചിലപ്പോ അവര് നഷ്ടപ്പെടുത്തും, ചിലപ്പോ മറ്റു കുട്ടികൾ എടുക്കും, അങ്ങനെ ഇല്ലാണ്ടാകും. അപ്പോ വാട്ടർ ബോട്ടിൽ ആയാലും എന്തായാലും, വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ കൊടുത്തുവിടുന്ന വാട്ടർ ബോട്ടിൽ ചിലപ്പോൾ പിറ്റേ ദിവസം കാണില്ല അല്ലെ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. സ്ലേറ്റുകൾ കാണാറില്ല, ടിഫിൻ ബോക്സ് മിസ്സായി പോവാറുണ്ട് അല്ലെ. അപ്പോ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുന്നതില് അവർക്ക് പ്രത്യേകം അവരെ പറഞ്ഞു ധരിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റിൽ പറയുന്നത് about the badges, tie, belt and the new method of pinning the identifying card. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ബാഡ്ജ്, ബെൽറ്റ്, ID കാർഡ് എന്നിവ ശരിയായി ധരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് ബാഡ്ജ് ഉണ്ടാവും, ബെൽറ്റ് ഉണ്ടാവും, ചില കുട്ടികൾക്ക് ID കാർഡ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ശരിയായിട്ട് ധരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ about the drawback of shoes, അതായത് ഷൂസ് ധരിക്കുന്നതിന്റെ ഗുണദോഷങ്ങള് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുക. എന്താണ് ഷൂസ് ധരിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും കാലൊക്കെ ഇരിക്കുന്നത്, കാലിന്റെ സ്ട്രക്ചർ തന്നെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. പിന്നെ സോക്സ് ധരിക്കുന്നുണ്ട്, ബാഡ് സ്മെൽ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഡ്രോബാക്ക് നമ്മൾ അറിഞ്ഞിരിക്കാന്നുള്ളതാണ് കേട്ടോ. ഇനി ആറാമത്തെ പോയിന്റ് about the late comers. There are 2 types of late comers ആണ്. അതായത് വൈകി വരുന്ന കുട്ടികളുണ്ട്, അവര് 2 രീതിയിലാണുള്ളത്. ഒന്ന് റെഗുലർ ലേറ്റ് കമേഴ്സ്, മറ്റൊന്ന് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ്. റെഗുലർ ലേറ്റ് കമേഴ്സ് എന്ന് പറഞ്ഞാല് എപ്പോഴും വൈകി വരുന്ന കുട്ടികൾ. നമുക്കറിയാം, സ്ഥിരമായിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, വൈകി വരാറുണ്ട് അല്ലെ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടില്ലേ, സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില കുട്ടികൾ വൈകി വരാറുണ്ട്. അതുപോലെ തന്നെ ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ് എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടെ മാത്രം വൈകുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെ 2 രീതിയിൽ അതിനെ തിരിക്കാം. ഇനി ഏഴാമത്തെ പോയിന്റ് about tearing up of books and notebooks. അതുപോലെ തന്നെ പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും നല്ല രീതിയിൽ കീറാതെയും അതുപോലെ നശിപ്പിക്കാതെയും സൂക്ഷിക്കാനായിട്ട് ശീലിക്കണം. ഇപ്പൊ നമ്മൾ ബൈൻഡ് ചെയ്ത ബുക്കുകളൊക്കെ ഇപ്പൊ ബൈൻഡൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. ചില സമയത്ത് എന്റെ മോന്റെ ബുക്കിന്റെ ബൈൻഡൊക്കെ പോയിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷെ ഒരു സൂക്ഷിക്കൂല, ഒരു കാര്യവും സൂക്ഷിക്കില്ല. എന്നിട്ട് ഞാൻ ബൈൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അത് വിട്ടു പോകുന്നതെന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ബൈൻഡ് ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലാകുമ്പോൾ ബൈൻഡ് ചെയ്തിട്ടാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, അതായത് നമ്മൾ നല്ല രീതിയിൽ കവറൊക്കെ ചെയ്ത് കൊടുക്കും, പക്ഷെ 2 ദിവസം ഉണ്ടാവും പുതുമ. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉത്സാഹമായിരിക്കും അവർക്ക് അല്ലെ. കുറെ നോട്ട്ബുക്കുകള് അതൊക്കെ ബൈൻഡ് ചെയ്യുമ്പോൾ നല്ല ഉത്സാഹമായിരിക്കും. നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും ആദ്യത്തെ 2ാമത്തെ ദിവസമൊക്കെ കൊണ്ടുപോവുക. പിന്നീട് വലിച്ചു വാരി അവിടെ ഇവിടെ ഇടുന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ.
Then next one about missing and losing paper, pencils and slate pencils. Many of the parents are angry when the children often ask their parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. അതായത് ചില ഞാൻ നേരത്തെ പറഞ്ഞു പെൻസിലുകള്, സ്ലേറ്റ് പെൻസില്, അതുപോലെ തന്നെ പേപ്പറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്താം. അപ്പോ ഒരു ദിവസം പെൻസിൽ നഷ്ടപ്പെടുത്തി, അന്ന് അമ്മയോട് വന്ന് പറയുവാണ് ഇന്ന് എന്റെ പെൻസിൽ കാണില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വേറെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചോദിക്കാൻ എന്റേത് ആരെങ്കിലും എടുത്തിട്ട് പോകുന്നതാണോ, നിന്റെ ടീച്ചർ അവിടെ ഇല്ലേ ഇത് ശ്രദ്ധിക്കാനായിട്ടെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഉണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ദേഷ്യം കയറും. കാരണം ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇത് ആരും കാണുന്നില്ല, അവിടെ ടീച്ചർ ഇല്ലേ? അപ്പൊ ടീച്ചർക്കായിരിക്കും എന്ത് ചെയ്യാ? നമ്മളതൊക്കെ നമ്മള് ടീച്ചറെ ആയിരിക്കും ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 9ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? അബൌട്ട് ഗെറ്റിംഗ് ദ ലീവ് ലെറ്റർ ഫ്രം ദി ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ നിന്ന് ലീവ് ലെറ്റർ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്. To bring out the individual talent, a period in a days is shared to a student of this class. Likewise, this chance is given to every student. He, she is declared as the hero, heroine of the day. ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ് ആണ്. അതായത് ഇതിൽ കുട്ടികളുടെ ടാലന്റ്, അവരുടെ ടാലന്റ് പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു പീരീഡ് അവർ കണ്ടെത്തുന്നുണ്ട്. അവരുടെ ഒരു സ്റ്റൈലാണ് ഇതൊക്കെ ജാപ്പനീസുകാരുടെ. അതായത് ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 1 അവർ കുട്ടികളുടെ ടാലന്റ് പ്രസന്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ കഴിവുകൾ, ഇപ്പൊ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ പാട്ട് പാടാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കലാപരിപാടികൾ അവിടെ ചെയ്യാം. അതിലൂടെ ആ കുട്ടിയുടെ ടാലന്റ് അവിടെ പ്രസന്റ് ചെയ്യപ്പെടുകയും ആ കുട്ടിയെ എന്താണ് ആ ദിവസത്തെ ഹീറോ ഹീറോയിൻ ആയിട്ട് പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്യുന്നതാണ് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഇപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത്രയുമാണ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ വരുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഓടിച്ച് നമുക്കൊന്നത് പോകാം. ഞാൻ എടുത്ത പാർട്ട് 4 പാർട്ട് 3 ഞാൻ എടുത്തിട്ടില്ല. പാർട്ട് 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ, പോയിന്റ് ചെയ്യാം അല്ലെ. റെഡി ആണോ? അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ചാപ്റ്റർ മാൻ ആൻഡ് എൻവയൺമെന്റ്, ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. മാൻ ആൻഡ് എൻവയൺമെന്റിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് what are the renewable resources and what are the non-renewable resources. Write an example of renewable resources, write an example of non-renewable resources. അതായത് റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ എഴുതുക, നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ എഴുതുക. ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ അതുപോലെ തന്നെ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ ഒക്കെ നോക്കി വെക്കുക കേട്ടോ. എയർ പൊല്യൂഷൻ, കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, കോൺസിക്വൻസ് ഓഫ് എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്രധാനമായിട്ടും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്, വാട്ടർ പ്രിവെൻഷൻ ആക്ട് 1974, എയർ പൊല്യൂഷൻ ആക്ട് 1981, എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, the Motor Vehicle Act 1988. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പൊ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വരുന്നത് നിയമങ്ങൾ, അതായത് ലോസും അതുപോലെ തന്നെ എക്സാമ്പിൾ എഴുതാനാണ് കേട്ടോ. റിന്യൂവബിൾ റിസോഴ്സിന്റെയും നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെയും എക്സാമ്പിൾ എഴുതാനായിട്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്.
ഓക്കെ, ഇനി സ്കൂൾ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് ആണ് കേട്ടോ. അത് ക്ലാസ് റൂം മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്, പ്രിവൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്താണ്, ഇൻഡോർ ക്യാൻവാസിംഗ് എന്താണ്, നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, മെയിൻ ബിൽഡിങ്സ്, ഷെഡ്സ്, ടെമ്പററി ബിൽഡിങ്സ്, ടോയ്ലറ്റ്, യൂറിനൽസ്, വാട്ടർ ടാങ്ക്, വാട്ടർ സോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് സ്കൂൾ മാനേജ്മെന്റിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മനസ്സിലായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കൂൾ മാനേജ്മെന്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്? എന്തൊക്കെയാ? ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കി വെക്കണം കേട്ടോ. പിന്നെ യൂണിറ്റ് 2 എന്താ? ഓഫീസ് മാനേജ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ മിസ്സേ? ഓഫീസ് മാനേജ്മെന്റ് പറയാൻ പോകുന്നല്ലോ കേട്ടോ. ഓഫീസ് മാനേജ്മെന്റിൽ നമ്മൾക്ക് നോക്കാനുള്ളത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾസ് ആണ്. അറ്റൻഡൻസ് റെക്കോർഡ് ഉണ്ട്, മിറർ എന്താണെന്ന് ചോദിക്കാം, സ്റ്റോക്ക് രജിസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് ചോദിക്കാം, മാർക്ക് രജിസ്റ്റർ എന്താണെന്ന് ചോദിക്കാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പറയൂ മിസ്സേ. അതായത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂളില് അറ്റൻഡൻസ് റെക്കോർഡ് എന്താണ്, മിറർ എന്താണ്, സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്, മാർക്ക് രജിസ്റ്റർ എന്താണ്, അതൊക്കെ ചോദിക്കാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ടു ടേക്ക് അറ്റൻഡൻസിൽ സിംബൽസ് നോക്കി വെക്കുക കേട്ടോ. സിംബൽസ് നിങ്ങൾക്ക് തരും. അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. അത് ഫുൾ പ്രസന്റ് ആണോ, മോർണിംഗ് പ്രസന്റ് ആണോ, ആഫ്റ്റർനൂൺ പ്രസന്റ് ആണോ, അങ്ങനെ ചോദിക്കാം. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുമ്പോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് വരും കേട്ടോ. വർക്ക് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, സ്റ്റാഫ് ഫാക്ടർ, ടൈം ഫാക്ടർ, എക്യുപ്മെന്റ് ഫാക്ടർ, അങ്ങനെ വരാറുണ്ട്. പിന്നെ ഓപ്പണിംഗ് ഫീസ്, പലതരത്തിലുള്ള ഫീസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഓപ്പണിംഗ് ഫീസ് ഉണ്ട്, ട്യൂഷൻ ഫീ ഉണ്ട്, എക്സാം ഫീ ഉണ്ട്, യൂണിഫോം ഫീ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. അതുകൂടാതെ ടൂറ്, ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ് ഉണ്ട് അല്ലെ. പലതരത്തിലുള്ള ടൂറുകൾ ഉണ്ട് അല്ലെ. ജനറൽ ടൂർ എന്താണ്, ലോക്കൽ ടൂർ എന്താണ്, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്താണ്, ടീച്ചർ ടൂർ ആരാണ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതായത് വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. അതില് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ചോദിക്കാം. ആരാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? 2 പേരുണ്ടെന്നാൽ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഷാനൺ വീവർ മോഡലിലാണ് കേട്ടോ. ഓക്കെ, അപ്പോ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഷാനൺ വീവർ മോഡൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പിന്നെ സെന്റർ എന്താണെന്ന് ചോദിക്കാം. സെന്റർ ഇസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെന്റർ ഇസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ സെന്റർ, എൻകോഡ്, മെസ്സേജ്, ചാനൽ, ഡീകോഡ്, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ the word communication is derived from the Latin word community which means common. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനില്. പിന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്താണ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്താണ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ് എന്താണ്, അതൊക്കെ നോക്കി വെക്കണം. പിന്നെ ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്,
ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ നമ്മൾ ഇന്നെടുത്ത സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. എന്നിട്ട് RC സെന്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അത് നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. RC സെന്ററിംഗ് അത് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ താച്ചഡ് റൂഫിംഗ് എന്താണെന്നും കൂടി ഒന്ന് നോക്കി വെക്കുക. RC സെന്ററിംഗ് എന്താണ്, താച്ചഡ് റൂഫിംഗ് എന്താണ്. പിന്നെ 5 തരത്തിലുള്ള ബോർഡുകളാണ് കേട്ടോ ഉള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആണ് നമ്മുടെ സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ വാൾ മെയ്ഡ് ബോർഡ് ഉണ്ട്, വാൾ ഫിക്സ്ഡ് ബോർഡ് ഉണ്ട്, സ്റ്റാൻഡ് ബോർഡ് ഉണ്ട്, റോളിംഗ് ബോർഡ് ഉണ്ട്, സ്ക്രീൻ ബോർഡ് ഉണ്ട്. റോളിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ടെമ്പററി പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ബോർഡുകൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റിന്റെ കണക്കൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഓരോ സ്റ്റുഡന്റിന് എത്ര സ്ക്വയർ ഫീറ്റ്, പിന്നെ ടീച്ചറിന്, അതുപോലെ സ്റ്റുഡൻസിന്റെ മൂവ്മെന്റിന് എത്ര സ്ക്വയർ ഫീറ്റ്, റാക്കിന് എത്ര സ്ക്വയർ ഫീറ്റ്, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇത് നോക്കി വെക്കണം കേട്ടോ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്. പിന്നെ ലാസ്റ്റ് വൺ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്. അതും എന്ത് ചെയ്യണം, നോക്കി വെക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട കേട്ടോ. ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളത് കൂടി ഇല്ലാതാക്കുന്ന ഒന്നതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി മറന്നു പോവാനായിട്ട് കാരണമാകുന്ന ഒന്നാണ് ഇത് ടെൻഷൻ. അപ്പൊ ഇപ്പൊ വൈവയിൽ നിങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചില്ലേ, പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടല്ലേ വൈവ തോന്നിയത്? അപ്പോ ഇതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങള് പാർട്ട് 3 നന്നായിട്ട് പഠിക്കുക. പാർട്ട് 4 ഇപ്പൊ ഞാൻ 7 ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അല്ല 6 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഞാനല്ല എടുത്തത്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം വരെ എടുത്തു. അതിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടില്ല. മാൻ ആൻഡ് എൻവയൺമെന്റ് എടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ നന്നായിട്ട് വായിച്ചു വെക്കുക. അപർണ മാമിന്റെ, ജിഷ മാമിന്റെ ഒക്കെ പോർഷൻ ഇംഗ്ലീഷ് ആയാലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാരും കൂടി സമയം ഇല്ലാന്ന് കരുതി എല്ലാരും കൂടി വാരി വലിച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എല്ലാരും കൂടി മിക്സ് ആവും. അപ്പൊ ഓപ്ഷൻ വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് വേണ്ട. കുറച്ചാണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതുക കേട്ടോ. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഇവിടുന്ന് ഞാൻ ഇൻഫോർമേഷൻ തരാൻ നോക്കിയിട്ട് മിസ്സുമാരെ ഏതൊക്കെ ദിവസമാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന് മുമ്പായിട്ട് ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ സ്കീമിന്റെ ക്ലാസ് നമ്മൾ മെയിൻ എക്സാം കഴിഞ്ഞിട്ടേ തരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ പീരിയഡ് എന്നാ ബൈ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്നെ വൈവയുടെ ലിസ്റ്റിൽ എന്റെ പേരില്ല. അല്ലേ പറഞ്ഞായിരുന്നില്ല? മോളെ വിളിച്ചില്ലേ അവര്? ഇല്ല, വിളിച്ചില്ല ഇതുവരെ. ഞാൻ ചോദിക്കട്ടെ കേട്ടോ. ഫീ ഒക്കെ അടച്ചായിരുന്നോ? ഫീസ് ഒക്കെ അടച്ചായിരുന്നോ? അതെല്ലാം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അതെ അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറയാം കേട്ടോ. ഒരു ടെൻഷൻ പോലും മിസ്. അതാ ഇല്ല, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട. ഞാൻ ചോദിക്കാം, ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ. ശ്രുതി MB അല്ലേ? MB. ശരി ശരി. ബൈ.